വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിങ്ങനെയുള്ള 6 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 17-ാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഈ ജൂലൈ മാസം 16-ാം തീയതി അർദ്ധരാത്രിയോടെ ശനിയും ചന്ദ്രനും തമ്മിലുള്ള ഗ്രഹ സംയോഗം നടക്കുകയാണ്. അതായത് ഈ 2 ഗ്രഹങ്ങളും ഒരേ രാശിയിലേക്ക് വരുമ്പോൾ അത് ഈ 6 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പൊതുവെ നോക്കുമ്പോൾ ചന്ദ്രൻ എന്ന ഗ്രഹം വൈകാരികമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശനിയാകട്ടെ ഓരോ മനുഷ്യനും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തക്കതായ ഫലങ്ങളും നൽകുന്നു. അത്തരത്തിൽ ഈ ജൂലൈ മാസം 17-ാം തീയതി വ്യാഴാഴ്ച ശനിയുടെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി ഉണ്ടാകുന്ന ഫലങ്ങളെ ഈ 2 രാശിയിൽപ്പെടുന്ന 6 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും തള്ളിക്കളയുവാൻ കഴിയുന്നവയായിരിക്കില്ല. അപ്പോൾ ചന്ദ്രൻ്റെയും ശനിയുടെയും സംയോഗഫലമായി ഈ 6 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ജൂലൈ മാസം 17-ാം തീയതി വ്യാഴാഴ്ച വരുവാൻ ഇടയുള്ള ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ശനിയും ചന്ദ്രനും കൂടിച്ചേരുന്ന ഈ സമയത്ത് ഈ 2 രാശിക്കാരിലേക്ക് വരുവാൻ പോകുന്ന ഈ ഒരു സമയം അറിയപ്പെടുന്നത് തന്നെ വിഷയോഗം എന്നാണ്. കാരണം അത്രയധികം സങ്കീർണതകൾ നിറഞ്ഞതും അത്രയധികം നിർണായകമായതുമായ ചില കാര്യങ്ങളായിരിക്കും ഈ 2 രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഈ ഒരു ദിവസം നേരിടേണ്ടി വരുന്നത്. ഇതിൽ തന്നെ ഒന്നാമതായി ഈ ശനിയുടെയും ചന്ദ്രൻ്റെയും സംയോഗത്തിൻ്റെ ഫലമായി ഈ ജൂലൈ 17-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അത്രയേറെ കരുതലോടെയും ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങളെ അത്രയേറെ പ്രാധാന്യത്തോടെയും കാണേണ്ടതായതിനാലാണ് കൃത്യമായി നക്ഷത്രം വരെ ഉൾപ്പെടുത്തി ദിവസം സഹിതം പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ദോഷഫലങ്ങൾ ഈ 17-ാം തീയതി മാത്രമായിരിക്കും ഇതുപോലെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ 4-ാം ഭാവത്തിലാണ് ഈ വിഷയോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴാഴ്ച നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മധൈര്യം വരെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചില വ്യക്തികൾക്ക് സഹായമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ദോഷകരമായി പിന്നീട് വരുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് അത്ര അടുത്ത് പരിചയമില്ലാത്ത ഒരു വ്യക്തികളുമായും പണമിടപാടുകൾക്കോ മറ്റുള്ള തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാനോ ഈ ഒരു ദിവസം നിങ്ങൾ പോകരുത്. അതായത് ചില വ്യക്തികൾ സഹതാപം നടിച്ച് നിങ്ങളെ ചില ആപത്തുകളിലേക്ക് തള്ളിയിടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. മാത്രമല്ല വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും മനസമാധാനവും സന്തോഷവുമെല്ലാം തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു ദിവസം ഉണ്ടായേക്കാം. അതിനാൽ തന്നെ
ഈ ഒരു സമയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത കാണുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി അവിടെ സംയമനം പാലിക്കുകയും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ കുടുംബം നശിച്ചു പോകാതിരിക്കുവാൻ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുവാനും ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ചില ഭൂമി തർക്കങ്ങളും സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളും വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ ജീവിതത്തെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം പോലും ഓർക്കാതെ രക്തബന്ധത്തെ പോലും മറന്ന് പരസ്പരം ശത്രുതാ മനോഭാവത്തോടെ പല വർത്തമാനങ്ങളും ഉണ്ടാവുകയും മാതാപിതാക്കളുടെ മനസ്സിന് അത്രയധികം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളിൽ ഈ ഒരു ദിവസം കാണുന്നത്. മാത്രമല്ല, സാമ്പത്തികമായും പലതരത്തിലുള്ള വെല്ലുവിളികളും നിങ്ങൾക്ക് ഈ ഒരു ദിവസം നേരിടേണ്ടതായി വന്നേക്കാം. ഇനി അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടരുത്. കാരണം ഈ ഗ്രഹങ്ങളുടെ ദോഷകരമായ സ്വാധീനം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതും ഇതിനെല്ലാം ഒരു പരിഹാരം ലഭിക്കുന്ന സമയം ഉടനടി ഉണ്ടാകും എന്നുള്ളതും നിങ്ങൾ ഓർക്കുക. ഇനി വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ആരോഗ്യകാര്യത്തിലാണെങ്കിലും വളരെയേറെ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ട ഒരു ദിവസമാണ് ഇത്. കാരണം പ്രായഭേദമന്യേ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അല്ലാതെയും ചില അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയും ഈ ഗ്രഹസംയോഗത്താൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകാതെ ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുവാൻ നിൽക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സ് തളരാതെ ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് ആത്മധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഈ ഒരു സാഹചര്യം ജീവിതത്തിലുടനീളം നിങ്ങളെ പിന്തുടരുന്ന ഒന്നല്ല. അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്തെങ്കിലും തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്കോ പുതിയ തുടക്കങ്ങൾക്കോ ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുവാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി രണ്ടാമതായി, ഈ ജൂലൈ 17-ാം തീയതി വ്യാഴാഴ്ച ശനിയുടെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ഈ വിഷയോഗം കൊണ്ട് നല്ലതല്ലാത്ത ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്കാണ്. മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം മീനം രാശിയുടെ 12-ാം ഭാവത്തിൽ ഈ ഗ്രഹസംയോഗം നടക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ അടിത്തറ പോലും ഇളകുന്ന തരത്തിലുള്ള ചില ദുരനുഭവങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകുവാനിടയുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചില നിയമപരമായ പ്രതിസന്ധികളും നിയമ കുരുക്കുകളും ഈ ഒരു ദിവസം നേരിടേണ്ടതായി വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും നിങ്ങളെ കൊണ്ടുപോകുവാൻ സാധ്യത നിലനിൽക്കുന്നു. അതിനാൽ തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിട്ടുകൊണ്ട് വളരെയധികം ഈശ്വരാധീനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരും
മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങളും ചെയ്യുവാൻ ഈ ഒരു ദിവസം മുതിരരുത്. കാരണം നിങ്ങൾ എടുത്തു ചാടി വളരെ നിസാരമായി കണ്ടു ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങളും മനസമാധാനക്കേടുകളും സാമ്പത്തിക നഷ്ടങ്ങളും ഈ ഒരു ദിവസം വരുത്തി വച്ചേക്കാം. ഇതിനെല്ലാം പുറമെ മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ശത്രുദോഷം വളരെയധികം കാഠിന്യത്തോടെ അനുഭവിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഈ ജൂലൈ 17-ാം തീയതി വ്യാഴാഴ്ച ഉണ്ടാകുവാൻ സാധ്യത വളരെയധികമാണ്. അതായത് ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ദ്രോഹിക്കുവാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ദോഷകരമായി വന്നു ഭവിക്കുവാനുള്ള സാധ്യതയാണ് ഈ ഒരു ദിവസം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ശത്രുതാ മനോഭാവമുള്ള ഒരു വ്യക്തിയുടെയും മുൻപിൽ നിങ്ങൾ ഈ ഒരു ദിവസം പോവുകയോ അതുപോലെ തന്നെ അവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം വീട്ടുവാൻ നിൽക്കുകയോ ചെയ്യരുത്. ഒപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ ഈ ഒരു ദിവസം മീനം രാശിക്കാർക്ക് ആവശ്യമാണ്. മാത്രമല്ല നിങ്ങൾക്ക് പൊതുവെ ഈ ഒരു ദിവസം ആത്മവിശ്വാസം തീരെ കുറഞ്ഞ അവസ്ഥയും അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് എനർജി അനുഭവപ്പെടുകയും ചെയ്യുവാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ ഈശ്വരാധീനം കൈവിടാതെ ഈ ഒരു ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പരിധിവരെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 2 രാശിയിൽ പിറന്ന വ്യക്തികളും ഈ ദിവസം വളരെയധികം ശ്രദ്ധയോടെ ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.